കുരിശുമുത്തപ്പൂ പൊളി. വണ്ടി ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന ദിവസം എത്തിയിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു നമ്മൾ കമ്പത്തൂർ നിന്ന് തിരിച്ചു വരികയായിരുന്നു. ഇപ്പം നമ്മൾ കുമളി വഴി പട്ടുമല പള്ളിയിലേക്കാണ് എത്തുന്നത്. ഇടുക്കി ജില്ലയിലെ പീരുമേടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടുമല പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കോട്ടയം കുമളി റോഡിലാണ് പട്ടുമല പള്ളി സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളിയാണ് പട്ടുമല പള്ളി. മാതാവിന്റെ നാമധേയത്തിൽ ഒരു ഗ്രോട്ടോ ഒക്കെ ഈ പള്ളിയിലുണ്ട്. ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വാസം. റോമൻ കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ചർച്ചാണിത്. വളരെ മനോഹരമായ ഗോതിക് സ്റ്റൈലിലുള്ള ഒരു ചർച്ചാണിത്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതും ഇവിടെ നിന്ന് തേയിലത്തോട്ടങ്ങളിലൂടെ ഉള്ള കാഴ്ചയും അതിമനോഹരമാണ്. ഇനി നമുക്ക് അധീഷനെയാണ് മുമ്പോട്ട് കൊണ്ടുവരേണ്ടത് കേട്ടോ. അധീഷനെ കൊണ്ട് നമുക്കൊന്ന് പ്രസംഗിക്കണം, പാട്ട് പാടിക്കണം. ആ സേവ് ആയിട്ടുണ്ടോ എല്ലാം? നീ എടുക്ക പരുന്തുംപാറ തരും. പറഞ്ഞ നിങ്ങൾ സംസാരിച്ചു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ക്യാൻഡിഡേറ്റ്സ് മാത്രമേ എടുക്കാറുള്ളൂ. ഇത് സോണിച്ചാന് വേണ്ടി എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. തീർത്ഥാടന പള്ളിയായ പട്ടുമല പള്ളിയെ കൊച്ചു വേളാങ്കണ്ണി പള്ളി എന്നും അറിയപ്പെടാറുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഈ പള്ളിയിൽ ധാരാളം വിശ്വാസികൾ കടന്നു വരാറുണ്ട്. ഏകദേശം 5 മണിയോട് കൂടെ ഞങ്ങൾ പട്ടുമല പള്ളിയിൽ നിന്ന് ഇറങ്ങി. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ടൂറിസ്റ്റ് സ്പോട്ടായ പരുന്തുംപാറയാണ്. കോട്ടയം കുമളി റോഡിൽ കുട്ടിക്കാനം പീരുമേട് എല്ലാം കഴിഞ്ഞ് ഒരു സ്ഥലമാണ് പരുന്തുംപാറ. ഒരു ഫേമസ് ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് പരുന്തുംപാറ. പരുന്തുംപാറ നല്ല കാഴ്ചകളാണ്. ചുറ്റിനും മലകളൊക്കെയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം 6 മണിയോടെയാണ് ഞങ്ങൾ ചെന്നത്. ഒരു സൂയിസൈഡ് പോയിൻ്റൊക്കെ ഉണ്ട് ഇവിടെ. സീസൺ കാലത്ത് ശബരിമലയിലെ മകരജ്യോതി ഇവിടെ നിന്ന് കാണാമെന്നൊക്കെയാണ് പറയുന്നത്. നീ മാറ് മാറ് കേറാം.
അയ്യോ അയ്യോ ചന്ദ്രനിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു കാര്യം ഇറങ്ങിയിരിക്കുന്നു. നിങ്ങളെ ബലമുള്ള തിരിഞ്ഞടാ മിന്നൽ മുരളി ട്യൂബിൽ അഭിനയിക്കുകയാണ്. സിവിൽ എഞ്ചിനീയർ കണക്കൊണ്ടു. ജസിനായിരുന്നു താരം. സോറി വണ്ടി കയറില്ല, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളെ പേടിച്ചാവുന്ന ഞങ്ങളല്ലേ കണ്ടുള്ളൂ. ഫോണാണ് കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം കിട്ടിയില്ല. പരുന്തിൻ്റെ ഷേപ്പിലുള്ള ഒരു പാറ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടം പരുന്തും പാറ എന്നറിയപ്പെടുന്നത്. ഞാൻ അടിച്ചൊരു ലെവലാവുമ്പോ മിച്ചം ഉണ്ട്, നീ അടിച്ചാ മതി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റീൽ എടുക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ബട്ട് റീല് നന്നായിട്ട് പാളി. നീ അടിക്കുന്നില്ലേ? അല്ല തുടങ്ങുന്ന 2 ഗ്ലാസ് ഞാനല്ലേ ചോദിക്കുന്നത്. അപ്പൊ നീ അടിക്കുന്നില്ലേ? മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ മതി. അങ്ങനെ മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട. എല്ലാവരും ചായ കുടിയും പരിപാടിയായി കഴിഞ്ഞ് പതുക്കെ പരുന്തുംപാറയുടെ സൂയിസൈഡ് പോയിന്റിലേക്ക് നടക്കുകയാണ്.
എന്ത് നിതീഷ് നിന്റെ ഈ ഇവിടെ എത്ര മതി? ഫോട്ടോ എടുത്താൽ മതി മോഡ്. എന്റെ പൊന്നടിയ ഞാൻ ബട്ട് വണ്ടിയിൽ നമ്മുടെ വികാരി അച്ഛൻ പറഞ്ഞിരുന്നത് നമ്മൾ 7 മണിയാകുമ്പോഴേ തിരിച്ചു വരണമെന്നാണ്. നമ്മൾ കുറച്ച് താഴേക്ക് നടന്നതിന് ശേഷം തിരികെ എത്തിയപ്പോഴതിന് കുറച്ച് നേരം കഴിഞ്ഞിരുന്നു. ഞങ്ങൾ കൃത്യസമയം പാലിക്കാത്തതിനാൽ അച്ഛൻ കുറച്ച് ദേഷ്യമൊക്കെ പെട്ടുവെങ്കിലും വണ്ടിയിൽ പ്രാർത്ഥനാ സമയം ആയതിനാൽ നൈസായിട്ട് ഞങ്ങളങ്ങ് സ്ലിപ്പായി പോന്നു. കുറിച്ചൊരു മാലാഖമാട് കൽപ്പിക്കും. സിംഹത്തെ പെരുമാറി നിവേദിക്കും. അവനെ രക്ഷകൊണ്ട് ഞാനും രക്ഷിച്ച് ബലപ്പെടുത്തും. പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചും സൃഷ്ടിയല്ലാത്തതും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയും ശക്തീകരിക്കുകയും ചെയ്യണമേ. നിന്റെ കൃപയിൽ നിന്ന് വ്യതിചരിച്ചു പോകുവാൻ ഞങ്ങൾക്കിടയാകല്ലേ. നന്മയിൽ മാത്രം ജീവിപ്പാൻ കർത്താവെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവയ്ക്കായി എല്ലാ കുടുംബങ്ങളും തിരികെ പോകുന്ന വഴിക്ക് നമ്മുടെ ട്രിപ്പിൻ്റെ ഫീഡ്ബാക്കും മറ്റ് അഭിപ്രായങ്ങളും ഒക്കെ വാഹനത്തിൽ പ്രസൻറ്റ് ചെയ്തു. ജസ്റ്റിൻ സംസാരിക്കുകയാണിപ്പോൾ. അല്ലെങ്കിൽ എഡിറ്ററുടെ പേരിലേക്കും മ്യൂസിക് ചെയ്യുന്ന ആരാണ്, അങ്ങനെയൊക്കെ ഒത്തിരി തരത്തിലേക്ക് മാറി. അപ്പൊ ഈ ഒരു കാര്യം മാത്രമല്ല, മറ്റെന്തൊരു ആഗ്രഹമാണെങ്കിലും ആ രീതിയിലേക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറിയാൽ രക്ഷപ്പെടുമെന്നുള്ളതാണ് സത്യം. അപ്പോ അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ജഷിന്റെ ഒരു വർക്ക് കാണിക്കാൻ സാധിച്ചു. മറ്റുള്ളവർക്കുള്ളൊരു ഇതും ഞങ്ങൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് എളുപ്പം ഞങ്ങൾ ചെയ്ത എന്തെങ്കിലും സംഭവം എടുത്ത് കാണിക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ളവര് കുറച്ച് ദിവസം എടുക്കും. ഇതെന്താണ് സംഭവം, ഞാനിപ്പോ ഒരു വീടാണ് പണിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ കൊണ്ട് കാണിക്കേണ്ടി വരും. പക്ഷെ ഞങ്ങൾക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒറ്റയടിക്ക് കാണിക്കും, ഇതാണ് ഞങ്ങൾ ചെയ്തത്, ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റും. അപ്പോ വളരെ സന്തോഷമുണ്ട്. ഞാനും ഇപ്പൊ ഈ അടുത്ത് ഗേൾസ് എന്ന് പറഞ്ഞിട്ടൊരു ബിഹൈൻഡ് ബുഡ്സിലൊരു ഇത് ചെയ്തിട്ടുണ്ട്, ഒരു അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ടോപ്പ് ട്രെൻഡിങ് 6 വന്നായിരുന്നു. അപ്പോ കാണാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബിലൊക്കെ ഉണ്ട്. പിന്നെ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ മാത്രമല്ല, അപ്പൊ ഞാൻ ഇരുന്ന് പ്രൊമോട്ട് ചെയ്യും. എനിക്ക് യാതൊരു വിഷമവുമില്ല. ഓപ്പറേഷൻ പുളിയന്മല എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ തല കാണിക്കാൻ സാധിച്ചു. കാരണം പള്ളിയിലൊന്നും ഇതിനെ പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടെ നിന്നങ്ങ് പറയാം, ഓപ്പറേഷൻ പുളിയന്മല എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ തല കാണിക്കാൻ സാധിച്ചു. അതൊരു മെയിൻ കഥാപാത്രമാണ്, സെൻട്രൽ ക്യാരക്ടറാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ചിലതൊക്കെ ഇറങ്ങാനുണ്ട്. അങ്ങനെയൊക്കെ വരുന്നു. ഇതൊക്കെ ഇറങ്ങുമോ എന്ന് തന്നെ അറിയത്തില്ല. അതാണ് മറ്റൊരു പ്രശ്നം. അതുകൊണ്ട് ഒന്നിനെ പറ്റിയും കൺഫർമേഷൻ തരാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു മേഖലയെ പറ്റി അധികം പറഞ്ഞ് കിട്ടൂല. കുറെ നാൾ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇവൻ എന്താണ് ചെയ്തത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ജഷിന് എന്തെങ്കിലും പറയാനുണ്ടോ? എത്ര നേരം? ഇല്ല, ഞാൻ പറഞ്ഞത് മതി. ഓക്കെ, ശരി. ഫീഡ്ബാക്ക് പറയാൻ ഫീഡ്ബാക്ക് പറയാൻ ഇതൊക്കെ വിനീത് ശ്രീനിവാസനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പം അച്ഛനോട് തന്നെ അപ്പൊ എന്തായാലും നമുക്ക് പാട്ടൊന്ന് കേൾക്കാം. നീ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ? ദയവായിട്ട് ജഷിനാണെങ്കിലും ജസ്റ്റിനാണെങ്കിലും നിങ്ങളുടെ കലയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. നല്ല ഒരു അവതരണ ശൈലി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് ഏറ്റവും വലുത്. അത് മാത്രമല്ല, വിനീതിന്റെ പാട്ടായതുകൊണ്ട് ഇത്തിരി ഹൈ പിച്ച് ആയതുകൊണ്ട് കേൾക്കാനൊരു സുഖമുണ്ട്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട പ്രത്യേകിച്ച് എന്റെ ഇടവാംഗം ജഷിൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഇടവകയുടേതായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അറിയിക്കും. ഇത് നമ്മളെ ഇടവക ആരും അറിയുന്നില്ല കേട്ടോ. വൈദികൻ എന്ന നിലയിൽ ഞാനും അറിയുന്നില്ല. പറയാൻ കാണും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ, മറ്റ് യുവജന പ്രസ്ഥാന അംഗങ്ങള്, പള്ളിയിലുള്ള എല്ലാ അപ്പച്ചന്മാര്, അമ്മച്ചിമാര്, സഹോദരങ്ങള്, എല്ലാവർക്കും വളരെ സന്തോഷമായി ഈ ഒരു ടൂറ് അറേഞ്ച് ചെയ്തത്. തീർച്ചയായിട്ടും നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, മഴയാണ്, പോയി വരാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എങ്കിലും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടുവാൻ സാധിച്ചു. അതിനുവേണ്ടി മുൻകൈ എടുത്ത യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും പള്ളിയുടെ പേരിലുമായിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിലുമായിട്ടുള്ള എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സോണി സാറ്, JJI എന്ന് പറയുന്ന ജസ്റ്റിൻ, അതായത് ജസ്റ്റിന്റെ ഫാദറിനെ ഞങ്ങള് JPI എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. ജോസ് പി ഇടിച്ചാണ്ടി. അപ്പൊ അതിന്റെ ഒരു ഇതാണല്ലോ JJI അല്ലേ. അപ്പം
ആ പിന്നെ കലാകാരനെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പള്ളിയിൽ കിട്ടിയത് നമുക്ക് അഭിമാനിക്കാം. നാളെ ഒരു കാലത്ത് ഒരു പക്ഷേ മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെയൊക്കെ നമുക്ക് നമ്മുടെ പള്ളിയിലെ ഒരു അംഗം ഇതിനകത്ത് ചലച്ചിത്ര ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പ്രചോദനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് ലീഗ് അങ്ങനെ പള്ളിയിലുമായിട്ട് ബന്ധപ്പെട്ട മതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും നല്ല രീതിയിലാണ് പോകുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തില് വഴിതെറ്റുവാൻ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അവരെല്ലാവരും കൂടി വരുന്നത് പലപ്പോഴും പള്ളിയിൽ വന്ന് അച്ഛന്റെ നേതൃത്വത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പള്ളിക്ക് വേണ്ടിയാണ് അവർ ഇറങ്ങിപ്പോകുന്നത് വീട്ടിൽ നിന്ന്. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നടത്തി നമ്മുടെ തീർച്ചയായിട്ടും പള്ളി അവർക്ക് നല്ലൊരു പ്രചോദനം കൊടുക്കുന്നു. പ്രത്യേകിച്ചും അതിനുവേണ്ടി അച്ഛനും ആ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 3 ദിവസത്തെ ടൂറ് നമുക്ക് സന്തോഷപ്രദമായിരുന്നു. നമുക്ക് കാലാവസ്ഥയുടെ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ തക്ക സമയത്ത് തന്നെ പള്ളിയിൽ നിന്നും ആരംഭിക്കുവാനും അവിടെ ചെന്ന് നമുക്ക് മൂന്നാറിൽ ചെല്ലുവാനും അവിടെ നല്ല രീതിയിലുള്ള അക്കോമഡേഷൻ അവർ നേരത്തെ അറേഞ്ച് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അക്കോമഡേഷൻ നമുക്ക് ലഭിച്ചു. എല്ലാവർക്കും ആർക്കും അതിനകത്ത് ഒരു കംപ്ലൈന്റ് കാണത്തില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ അവിടെ റൂമൊക്കെ കിട്ടി. തണുപ്പ് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും അറിഞ്ഞില്ല. എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അധിക സമയമൊന്നുമില്ല. കാലാവസ്ഥ പ്രതികൂലമായിരുന്നെങ്കിലും മിക്കവാറുമുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചു. പ്രത്യേകിച്ചും ബോട്ടിങ്ങും ഒക്കെ നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് കണ്ട വെള്ളച്ചാട്ടം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഓർത്തിരിക്കും. നമ്മൾ താമസിയാതെ തന്നെ നമുക്ക് എല്ലാ വർഷവും ഇങ്ങനൊരു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി സോണി സാറും ഒക്കെ ഇതിനുവേണ്ടി മുൻകൈ എടുത്ത് ജഷിനെ പിന്നെ ജസ്റ്റിനെ അതുപോലെ ജീബിനെ പിന്നെ യൂത്ത് ലീഗിന്റെ പിന്നെ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന മെൽവിന് അങ്ങനെയുള്ളവരെല്ലാം ഇതിനുവേണ്ടി മുൻകൈ എടുക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കൂടെ വന്നവരെ എല്ലാവരും ഇതിന് തീർച്ചയായിട്ടും ഒരു സന്തോഷപ്രദം ഉണ്ടാക്കുന്ന രീതിയിലാണ് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആർക്കും അസുഖങ്ങളൊന്നും വന്നില്ല. അതിന് ദൈവത്തെ നന്ദി പറയാം. ആർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഛർദിലോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. അതിനുവേണ്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ചും കാര്യങ്ങളെല്ലാം സന്തോഷപ്രദമായി അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. നമുക്ക് തീർച്ചയായിട്ടും ഈ ടീമിനോട് തന്നെ നന്ദി പറയുന്നു. മുമ്പോട്ടും നല്ല രീതിയിൽ നമുക്ക് നടക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്ന ഇതിനു വേണ്ടി നന്ദി പറയുന്നു. രണ്ട് മാത്രം പോകരുത്. നമ്മുടെ ബഹുമാനപ്പെട്ട സാബുവച്ചന്റെ ഒരാളുടെ മാത്രം പ്രൊവോക്കേഷനിലാണ് നമ്മൾ ഈ ടൂർ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതെ അതെ തീർച്ചയായിട്ടും പറഞ്ഞു വന്നത് നമ്മുടെ ഇതുവരെ നമ്മുടെ തൊഴിൽ മാറി അങ്ങനെ പുതിയ പുതിയ തൊഴിൽ മേഖലകൾ ഉള്ളതാണ്. നമ്മുടെ കൂടെയുള്ള ജഷിനും നമ്മൾ കാണുന്നില്ലെങ്കിലും 24 മണിക്കൂറും വാക്കിംഗ്. പരുന്തുംപാറയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇപ്പോൾ പത്തനംതിട്ടയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. വാഹനത്തിനുള്ളിൽ കുറച്ചു സമയം ആനന്ദകരമായ നിമിഷങ്ങളും ഉണ്ടായി. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്.
DJ Q2. യാത്ര അവസാനിക്കാറാവുകയാണ്. ഏകദേശം രാത്രി 9:45 ഞങ്ങൾ പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചത്. രാത്രി 11:30 ഞങ്ങൾ പള്ളിയിൽ തിരികെ എത്തിച്ചേർന്നു. എല്ലാവരും പിരിഞ്ഞു. വളരെ മനോഹരമായൊരു യാത്ര അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ യാത്രകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു എവരി വൺ. വണ്ടി പോന്നേന്ന് എടുക്കാൻ പറ്റിയില്ല. ജീവന് ഞാൻ പോയിട്ടോട്ടെ. അപ്പൊ ഓക്കെ ബൈ. മണിമുകിലാടകളാടി
മിഴികളിലായിരം പരിഭവമൊഴുകിയ മേടത്തിങ്കൾ ചന്തം പൂവിൻ മണം ാടകളാടിയുലഞ്ഞൊരു മിന്നൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ മേഘത്തിങ്കൾ ചന്തം പൂവിൻ മണം അപ്പൊ ഞങ്ങൾ പോവാം. മണിമുകിലാടകളാടിയുലഞ്ഞൊരു മിന്നൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ മേടത്തിങ്കൾ ചന്തം പൂവിൻ മണം മണിമുകിലാടകളാടിയുലഞ്ഞൊരു മിന്നൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ മേഘത്തിങ്കൾ ചന്തം പൂവിൻ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. പേടിക്കുന്നുണ്ട്. Attempt these tips at own risk. We do not accept any responsibility. മുന്നേ
പണ്ട് ഡയനാമോ